മുസ്ലിമീങ്ങൾ തങ്ങളുടെ സഹോദര സമുദായമായ ഹിന്ദുമതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ മാത്രമേ മതേതരവാദികളാവൂ എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകാറുണ്ടായിരുന്നു, ഓഫീസുകളിൽ പോകാറുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കണ്ടമാനം സ്കൂളുകളും ഓഫീസുകളും ഒന്നില്ലെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ കുറേ ഓഫീസുകളും ഉണ്ടായിരുന്നു. അന്ന് ഈ ഓണാഘോഷം സ്കൂളുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ഒന്നും ഉണ്ടാകാറില്ല. ഞങ്ങൾ ഒക്കെ സ്കൂളിൽ 10 ദിവസം ഓണത്തിന് അവധി കിട്ടും. അപ്പോൾ ഞങ്ങൾ കളിച്ച് ഉല്ലസിച്ച് നടക്കും. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഹിന്ദു സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ ഓണാഘോഷം നടത്തും. താല്പര്യമുള്ളവർ പോകും, താല്പര്യമില്ലാത്തവർ പോകാതിരിക്കും. ഇപ്പോൾ ഈ ഓണാഘോഷത്തിന് പോകണമെന്ന് നിർബന്ധമുണ്ടായത് എല്ലാ ഓഫീസുകളിലും ഓണാഘോഷം പോലെയുള്ള പരിപാടികൾ നടത്തുകയും എന്നിട്ട് അതിൽ ഒരു വിഭാഗം പങ്കെടുക്കണ്ട എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണോ? സത്യത്തിൽ അന്ന് ഉള്ളതിനേക്കാൾ എത്രയോ മതസൗഹാർദ്ദം കുറവാണിപ്പോൾ. അന്ന് വളരെ സൗഹാർദ്ദത്തിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ അയൽവാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ വരുമായിരുന്നു. എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അയൽവാസിയായ വേലായുധേട്ടനെ പ്രസവിച്ചതുപോലും ഞങ്ങളുടെ വീട്ടിലാണെന്ന്. അത്രയ്ക്ക് ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ ഞങ്ങൾ പങ്കെടുക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവർ പങ്കെടുക്കുക, താല്പര്യമില്ലാത്തവർ അവരുടെ സൗകര്യത്തിന്. ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ ദിവസം അവർ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ പെരുന്നാൾ നമസ്കാരത്തിൽ നിങ്ങളും പോരണമെന്ന് ഞങ്ങൾ വാശി പിടിക്കാറില്ല. നിങ്ങളന്ന് പുതിയ ഡ്രസ്സ് ഞങ്ങളിടും പോലെ ഇടണമെന്നും ഞങ്ങൾ വാശി പിടിക്കാറില്ല. അന്ന് എന്തൊരു മതസൗഹാർദ്ദമായിരുന്നു. ഇന്ന് ഓണാഘോഷത്തിൽ പങ്കെടുക്കാത്തവർ മതേതരവാദിയല്ല എന്നും ജിഹാദിയാണെന്നുമൊക്കെ പറയുന്നതിലെ മൗഢ്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്ക് ഏതെങ്കിലും ഒരു അന്യമതസ്ഥൻ പെരുന്നാൾ ദിവസം പുതിയ ഡ്രസ്സിട്ട് നിർബന്ധമായും പള്ളിയിൽ വരണമെന്നോ അല്ലെങ്കിൽ സ്കൂളിൽ പെരുന്നാൾ ദിവസം ഒരു നിസ്കാര പരിപാടി ഉണ്ടാക്കണമെന്നോ മുസ്ലിങ്ങൾ വാശി പിടിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ സഹോദര സമുദായത്തിൻ്റെ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കുകയും താല്പര്യമുള്ളവർ പോവുകയും ചെയ്താൽ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വാശി പിടിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇത് ആ കാലത്തെ പോലെ, വളരെ നല്ല ആ കാലഘട്ടത്തെ പോലെ വീടുകളിലും അതുപോലെ സ്വന്തം ആരാധനാലയങ്ങളിലും സ്വന്തം ആഘോഷം നടത്തുകയാണെങ്കിൽ ഇത്തരം ഒരു പ്രയാസം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും കേരളത്തിൽ എല്ലാവരും സൗഹാർദ്ദത്തിൽ ജീവിക്കട്ടെ.